ശാന്തി. ഭയവും ദേഷ്യവും ശരിക്കൊരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണെന്ന് പറയാം. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരികയാണ്. നമ്മുടെ കുട്ടി എന്നും 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമായിരുന്നു. 4 മണി കഴിഞ്ഞു, 5 മണി ആവാനായി, കുട്ടീനെ കാണാനില്ല. അച്ഛനമ്മമാരുടെ മനസ്സിൽ തീ കത്താൻ തുടങ്ങും. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാവോ, എവിടെയെങ്കിലും തട്ടി വീണ് കിടക്കുകയാണാവോ, കുട്ടി പോകുന്ന വഴിക്ക് ആരും തട്ടിക്കൊണ്ട് പോയോ, എന്തൊക്കെ പ്രശ്നങ്ങൾ. മനസ്സിൽ മുഴുവൻ എൻ്റെ കുട്ടി എന്നൊരു വിചാരം കൊണ്ട് മനസ്സിനുള്ള മുഴുവൻ ഇങ്ങനെ തീ കത്താനായിട്ട് തുടങ്ങും. ഇതേ അവസ്ഥ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായെങ്കിൽ നിങ്ങളൊരു 100 ഉപദേശം അവർക്ക് കൊടുക്കില്ലേ? അതിപ്പോൾ എന്താ, ഇപ്പോഴത്തെ കുട്ടികളല്ല, ചിലപ്പോൾ വല്ല കണ്ടു നിന്നായിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുകയായിരിക്കും, അതല്ലെങ്കിൽ വല്ല ട്രാഫിക് ജാമിലായിട്ടുണ്ടാവും, സ്കൂളിൽ വല്ല കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലാണെങ്കിലോ, ഇങ്ങനെ ഒരു 100 ഉപദേശം നമ്മൾ കൊടുക്കും. അത് എൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിയാണെങ്കിൽ, അയൽ വീട്ടിലെ കുട്ടിയാണെങ്കിൽ. അതേ കാര്യം എൻ്റെ വീട്ടിലാണ് സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിലാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് വറി കൊണ്ട് നിറയായി അവിടെ എല്ലാ കാര്യങ്ങളും കാണാൻ തുടങ്ങും. കുട്ടി ഇതാ കിടക്കുന്നു ഇടി കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഇതാ ആരോ പിടിച്ച് കൊണ്ടുപോകുന്നു, കുട്ടി കരയുന്നു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നു. ഓരോ നെഗറ്റീവിലും കൃത്യമായിട്ട് കണ്ട് ഓരോ നിമിഷം കഴിയുന്തോറും തലചുറ്റാൻ തുടങ്ങും, പേടിക്കാൻ തുടങ്ങും, ശ്വാസമെടുപ്പ് കൂടാൻ തുടങ്ങും. എന്താ വേണ്ടെന്നറിയാതെ. തീർച്ചയായിട്ടും വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കും അറിയാം ഞാൻ വന്നു കയറുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മ എത്ര ദേഷ്യപ്പെടും കാര്യം എന്നൊക്കെ. അതുകൊണ്ട് കുട്ടി മിണ്ടാതെ വീട്ടിനുള്ളിലേക്ക് കയറി വരികയാണ്. വീടിനുള്ളിൽ കയറി വന്ന് ആ അകത്തേക്ക് വയ്ക്കുമ്പോഴേക്കും നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ വാതിൽ തുറന്നിട്ട് കാത്തിരിക്കും, ഒന്ന് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാണുമ്പോൾ ഓടി വന്നു, അതാ എവിടെയായിരുന്നുടാ നീ ചോദിച്ചു വരും. ആ നേരം വരെ എന്തുകൊണ്ട് അവിടെ ക്രോധം വരാൻ കാരണം, ആ സമയം വരെ മനസ്സുകൊണ്ട് കണ്ട എല്ലാ നെഗറ്റീവായിട്ടുള്ള ദൃശ്യങ്ങളും അതെല്ലാം ഇല്ലാത്തതായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം, അടുത്ത നിമിഷം ആ ഭയം ക്രോധത്തിലേക്ക് കൺവേർട്ട് ആവുകയായി. അപ്പോൾ അതുവരെ ഉള്ളിൽ അടക്കി വെച്ച എല്ലാ പ്രഷറും കൂടി ആ കുട്ടിയുടെ നേരേക്ക് അങ്ങ് കൊടുക്കും. കുട്ടിക്ക് അറിയായിരുന്നു ഇതൊക്കെയാണ് അച്ഛനമ്മയും പറയാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് അവൻ അതിൽ ഇരട്ടി വിഷമത്തിലാണ് വരുന്നത്. എൻ്റെ അച്ഛനും അമ്മ എന്നോട് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കുക, അമ്മ വിഷമിക്കുക, എന്താവോ ഇനി എന്നെ എന്ത് പറയാവോ എന്നുള്ള പേടി കൊണ്ട് ഹൃദയമിടിപ്പ് കൂടിയിട്ട് ആ കുട്ടി വരുന്നത്. കാണാത്തതിൻ്റെ ഹൃദയമിടിപ്പ് കൂടിയിട്ടാണ് നിങ്ങളിരിക്കുന്നത്. ആ പേടി കൊണ്ട് ഹൃദയമിടിപ്പ് കൂടിയതിൻ്റെ അവസ്ഥയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് സ്വീകരിക്കാൻ പറ്റണ്ടേ? അവൻ ഇരട്ടി പ്രതികരണത്തോട് നിങ്ങളെ പറയും, ഞാൻ എത്ര കഷ്ടപ്പെട്ടാൽ വന്നതെന്നറിയോ, എങ്ങനെയൊക്കെ ഞാൻ വിഷമിക്കണ്ടായിരുന്നറിയോ, എനിക്ക് വിഷമിട്ട് പോയി, അങ്ങനെയില്ല ഇങ്ങനെയില്ല, നിങ്ങൾ അങ്ങനെയാ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ. രണ്ടുപേരും തമ്മിൽ ആ ഒരു സ്നേഹം കൊണ്ട് കാണാൻ കാത്തിരുന്ന കുട്ടി വന്നപ്പോൾ ആ സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്യുന്നതിന് പകരം ഭയം കൊണ്ട് കാത്തിരുന്നപ്പോൾ അത് ക്രോധത്തിലേക്ക് കൺവേർട്ടായി. രണ്ടുപേരും തമ്മിൽ സംഘർഷമായി. അത് കുറച്ച് കഴിയുമ്പോൾ അമ്മ മനസ്സിൽ മറക്കും. മോനൊന്നും കഴിക്കാണ്ട് റൂമിൻ്റെ ഉള്ളിൽ കയറിപ്പോയി, വാ മോനെ വന്ന് കഴിക്കും മോനെ, എനിക്ക് വേണ്ട. പിന്നെ അമ്മ കുട്ടിയുടെ കൈ പിടിക്കായി, കാല് പിടിക്കായി, കഴിപ്പിക്കാൻ നോക്കുകയായി. കുട്ടിക്ക് വേണ്ട, അമ്മോട് പിണക്കായി. നിങ്ങളെന്നും ഇങ്ങനെ എന്ന് അച്ഛനോടും അമ്മോടൊരു മുദ്ര ചാർത്തും. അതോടുകൂടി ജനറേഷൻ ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യായി. എന്തായിരുന്നു കാരണം? അതെൻ്റെ കുട്ടി എന്നുള്ളതായിട്ടുള്ള അറ്റാച്ച്മെൻറ്റാണ്. അതുകൊണ്ട് സ്നേഹമാവാം, പക്ഷേ സ്നേഹം അറ്റാച്ച്മെൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കരുതില്ല. അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് എന്നൊരു ദുർവികാരമുണ്ടോ അവിടെ അതിൻ്റെ 2 വശങ്ങളായിക്കൊണ്ട്, 2 മക്കളായിക്കൊണ്ട് ദേഷ്യവും ഭയവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വേറൊരു വീട്ടിലെ ആൾക്കാർ വണ്ടിയിൽ പോയി തിരിച്ചെത്താൻ വൈകിയ പേടിക്കില്ല. നമ്മുടെ ഭർത്താവ് വരാൻ വൈകിയ നമ്മൾ പേടിക്കും, നമ്മുടെ ഭാര്യ വരാൻ വൈകിയ പേടിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ എന്ന കവചം കൊണ്ട് കെട്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹം എന്ന് വെച്ചാൽ അർത്ഥം മറ്റുള്ളവരെ മനസ്സിലാക്കലാണ്. സ്നേഹം എന്ന് വെച്ചാൽ അർത്ഥം മറ്റുള്ളവർ ഉൾക്കൊള്ളലാണ്. സ്നേഹം എന്ന് വെച്ചാൽ തെറ്റുപറ്റിയ തിരുത്താം. പക്ഷേ അതിനർത്ഥം നിങ്ങൾ ആ ഒരു ഭയം കൊണ്ട് ക്രോധം കത്തി വന്നിട്ട് സർവനാശം വരുത്തലല്ല. അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് അഥവാ മോഹത്തിൻ്റെ 2 മക്കളാണ് ഭയവും ദേഷ്യവും. അവരെ 3 ആളെയും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി പകരം സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ടും സമർപ്പണം കൊണ്ടും ബോണ്ട് ക്രിയേറ്റ് ചെയ്താൽ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടാക്കാം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.